ഏറ്റവും നിസ്സാരവും അജ്ഞാതവുമായ കൃത്യം പോലും ദൈവസ്നേഹത്താൽ പ്രേരിതമായി അതിൻ്റെ പരിപൂർണതയിൽ ചെയ്യുമ്പോൾ അത് മഹാനേട്ടങ്ങളെക്കാൾ ഏറ്റവും പ്രിയപ്പെട്ടതാണെന്ന് തൻ്റെ ആത്മകഥയിൽ കൊച്ചുരേസ്യ എഴുതി. കർമ്മരമഠത്തിൽ ചേർന്നത് ചെറിയ ചെറിയ പുണ്യങ്ങളിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനും അവിടത്തേക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നതിനും വേണ്ടിയാണ്. ചെറുതായിരിക്കുന്നതിലാണ് എൻ്റെ സമാധാനം. തൻ്റെ ബലഹീനതകളെ മനസ്സിലാക്കിക്കൊണ്ടും ദൈവവചനം തകരുന്ന പ്രത്യാശയിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടും അവൾ പറഞ്ഞു, എൻ്റെ ബലഹീനതയാണ് എൻ്റെ പ്രത്യാശ നൽകുന്നത്. കാരണം ഇല്ലായ്മയെ ഉപയോഗിച്ചുകൊണ്ട് ശക്തനായ ദൈവം തൻ്റെ ശക്തി കാണിക്കുന്നു. അതുകൊണ്ട് തൻ്റെ ബലഹീനതകളെക്കുറിച്ച് ഒരിക്കലും അവൾ അസ്വസ്ഥമായിരുന്നില്ല. അതിലും അവൾ ദൈവതിരുമനസ്സ് കണ്ടെത്തി. അതിലൂടെ വിശുദ്ധി പ്രാപിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്തു. തൻ്റെ ആത്മകഥയിൽ അവൾ എഴുതി, പ്രസാദവരത്തിൻ്റെ സഹായത്താൽ മാധുര്യത്തിൻ്റെ മാതൃകയാൽ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷമാണ് അപൂർണയായതുകൊണ്ട് എനിക്കുള്ളത്. സ്നേഹത്താൽ മരിക്കുന്നവരെയും സ്നേഹിക്കണമെന്നല്ലാതെ വേറെ വലിയ ആഗ്രഹമൊന്നും അവൾക്കുണ്ടായിരുന്നില്ല. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.